like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. എല്ലാ സുഹൃത്തുക്കൾക്കും റിവേഴ്സ് ഗിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകാൻ വേണ്ടി ഫോർഡ് എക്കോസ്പോർട്ട് 2012 ഫോർഡ് എക്കോസ്പോർട്ട് എന്ന മോഡൽ അവതരിപ്പിക്കുന്നത്. കോമ്പാക്ട് SUV എന്നൊരു സെഗ്മെന്റ് സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ടിനെ ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ അപ്ഡേഷൻസ് വരുത്തി 2019 ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം വേരിയൻറ്റ് ഡീസൽ ഓപ്ഷൻ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരിട്ട് റിവ്യൂയിലേക്ക് കിടക്കാം. തികച്ചും ഉടച്ചു വാർത്ത ഡിസൈനാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതിന് നമ്മൾക്ക് ബോണറ്റ് ഷെല്ലിൽ നിന്ന് തുടങ്ങാം. 4 ക്യാരക്ടർ ലൈൻസ് പോയിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ 2 ഹൊറിസോണ്ടൽ ക്രോം ഇൻസേർട്ടുകളും അതിന് ചുറ്റും നല്ല വീതിയുള്ള ഒരു ക്രോം ഇൻസേർട്ടും ഗ്രില്ല് വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ്സ് നോക്കുകയാണെങ്കിൽ ലോ ബീം ഹാലജനും ഹൈ ബീം പ്രൊജക്ടറുമാണ്. DR പോയിട്ടുണ്ട്, അത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോഗ് ലാമ്പിൻ്റെ ഒപ്പം തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. ഫോഗ് ലാമ്പ് യൂണിറ്റിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. പിന്നെ ബമ്പറിൻ്റെ അടിയിലായിട്ട് ഒരു ഫേക്ക് അലൂമിനിയം സ്ട്രിപ്പ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് വൈപ്പേഴ്സാണ്. വൈപ്പേഴ്സ് അത്രയ്ക്ക് ടക്കിൻ ചെയ്ത് വെച്ചില്ല, എന്നാലും ഡ്രൈവർ വിസിബിലിറ്റി ഒന്നും ബാധിക്കില്ല. വാഷിംഗ് നോസിലൊക്കെ ഉള്ളിലാണ്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട് പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽ പറഞ്ഞു തുടങ്ങിയത്. സൈഡ് പ്രൊഫൈലിൽ ആദ്യം പറയാനുള്ളത് ഈ വീലാർക്കാണ്. കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു വീലാർക്ക്. പിന്നെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 205 R16 പ്രൊഫൈൽ ടയറാണ്. 16 ഇഞ്ച് വീല്. 8 സ്പോക്ക് അലോയ്സാണ് വണ്ടിക്ക് വരുന്നത്. നല്ല മനോഹരമായ ഒരു ഡിസൈൻ അലോയ്ക്ക്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 ബോഡി ലൈൻസ് ഉണ്ട്. ഒരു ബ്ലാക്ക് ക്ലാഡിങ് വണ്ടിയിൽ ഫുള്ള് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ബ്ലാക്ക് ക്ലാഡിങ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് വ്യൂ മിററാണ്. സൈഡ് വ്യൂ മിറർ സാധാരണ ഇങ്ങനെ പതിഞ്ഞാണ് നിൽക്കുന്നത് മറ്റു വണ്ടികളുണ്ട്. ഇതിനെ അപേക്ഷിച്ച് കുറച്ച് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പ്രത്യേക ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ തുറക്കുമ്പോൾ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഈ ലൈറ്റ് എത്തും. അതൊരു എടുത്തു വരേണ്ട ഫീച്ചറാണ്. പിന്നെ ഈ ഡോർ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ അതേ കളറാണ് ഡോർ ഹാൻഡിൽ വന്നേക്കുന്ന ക്രോം ഇൻസേർട്ടൊന്നുമല്ല. പിന്നെ ഈ വണ്ടി എടുത്തു വരേണ്ട ഇവിടെ റിക്വസിറ്റ് സെൻസർ ഇല്ല. ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ വണ്ടി അൺലോക്ക് ആയി കിട്ടും. അപ്പോൾ ഇത്രയുള്ള സൈഡ് പ്രൊഫൈല്. പിന്നെ എടുത്തു വരേണ്ട റൂഫ് റെയിൽസ്. SUVയുടെ ഒരു ഭംഗിയിൽ കണ്ട ഈ റൂഫ് റെയിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്യാൻ കുറേ ഹുക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാച്ചിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഒന്നല്ല, സാധാ ആൻറ്റിനയാണ്. ചെറിയൊരു സ്പോയിലർ ലിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് എടുത്തു വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാഷിംഗ് നോസ് സാധാരണ ഒരു ബ്ലാക്ക് കളറായിരിക്കും. ഇത് ഈ ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അത് നല്ലൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് അവർ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ പതിപോലെ ഡീഫോക്കേഴ്സ്, റിയർ വൈപ്പറും ഉണ്ട്. പിന്നെ സ്റ്റെപ്പിനി ടയർ നമ്മൾ വണ്ടിക്കുള്ള അതേ ടയറാണ്, അല്ലാണ്ട് വേറെ സ്പേസ് സേവറോ സ്റ്റീൽ വീലോ ഒന്നുമല്ല. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ടയർ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ ഇവിടെ ഫോർഡിൻ്റെ എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ്, അവിടെ ടൈറ്റാനിയത്തിൻ്റെയും നമ്മുടെ എഞ്ചിൻ്റെയും ബാഡ്ജിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലുണ്ടാക്കുന്ന അതേ ക്ലാഡിങ്ങും ഒരു ഫേക്ക് സ്ക്രിപ്റ്റ് പ്ലേറ്റും വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ടെയിൽ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്നതും ഈ സൈഡിൽ നിന്ന് തുടങ്ങി ടെയിൽ ഗേറ്റിലേക്ക് കയറിയിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വന്നേക്കുന്നത്. ഹാലജനാണ്, LED ഒന്നുമല്ല. അത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ റിക്വസിറ്റ് സെൻസേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കീ നമ്മുടെ കയ്യിലുണ്ടായാലും ജസ്റ്റ് ഈ കൈയിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ വേണ്ട അൺലോക്കായി ഡോർ തുറക്കാം. അതേപോലെ തന്നെ അടയ്ക്കാൻ തന്നെ ഇവിടെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു സെൻസറും ഉണ്ട്. അതിനകത്ത് തന്നെ കൈ വെച്ചാൽ മതി, ലോക്കായി. ഇത് കൗതുകമുള്ളൊരു ഫീച്ചറാണ്. ഈ വണ്ടിയുടെ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് അത് ഈ ടെയിൽ ലാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ടെയിൽ ഗേറ്റ് ചെയ്യുമ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 350 ലിറ്ററോളം ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഒരു പാർസൽ ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീസൻറ്റ് ബൂട്ട് സ്പേസാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. പിന്നെ എനിക്കിതൊരു പോരായ്മയായിട്ട് പറയാമെന്നറിയില്ല. നമ്മളിപ്പോൾ ഈ പാർക്കിംഗ് സ്ലോട്ടിലൊക്കെ വണ്ടി കൊണ്ടിടുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് തുറക്കാൻ ടെയിൽ ഗേറ്റ് ഒരു ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയുള്ള ഹാച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം പറയാനുള്ളത് വണ്ടി ഡാഷ്ബോർഡിൻ്റെ ഇതാണ്.
ഡാഷ്ബോർഡിലൊരു ബ്ലാക്ക് ഫിനിഷ്, അതിൻ്റെ അടിയിലേക്ക് ഒരു ഓഫ് വൈറ്റ് ഫിനിഷ്, പിന്നെ കുറച്ച് ഗ്രേ ഇൻസേർട്ടുകളാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഇതാണ് ഒറ്റ നോട്ടത്തിലേക്ക് പറയാൻ തോന്നിയത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് കിടക്കുകയാണ്. ഡാഷ്ബോർഡിൽ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് തുറന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഡീപ്പ് ഗ്ലോ ബോക്സ്, അത്യാവശ്യം നല്ലപോലെ സാധനങ്ങൾ കയറ്റാം. കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും ഇല്ല കണ്ടിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഓണേഴ്സ് മാനുവലൊക്കെ വെക്കാനായിട്ട് വേറെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ പറയാനുള്ളത് ഈ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് വണ്ടി എടുത്തു പറയേണ്ട കാര്യം. ഇതിൻ്റെ പുറകിലൊരു ചെറിയ സ്പേസ് നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള. പിന്നെ അതിലേക്ക് അടിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു ഗ്രെയിൻ സെൻ്ററിൻ്റെ ഉള്ളിൽ 2 AC വെൻസ്, ഇത് ഹസാറിൻ്റെ സ്വിച്ച്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റോണിക് AC. ഇതിനകത്തൊക്കെ ഒരു ചെറിയ നോബുകളാണെങ്കിൽ ഒരു ക്രോമൻ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു സ്ക്രീൻ ഉണ്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാനായിട്ട്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ചെറിയ ഡെഡിക്കേറ്റഡ് സ്പേസ്, 2 USB കണക്ട് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ 12 വോൾട്ട് സോക്കറ്റ്. ഇവിടെയും ചെറിയ സ്പേസ് ഉണ്ട്, നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇതിൻ്റെ ഒരു കുട്ടി ലീവറാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ കോയിൻ ഇടാനൊക്കെ സ്ഥലം, ഇവിടെയും ചെറിയ ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. മാനുവൽ പാർക്കിംഗ് ബ്രേക്കാണ്, നല്ല ചെറിയൊരു കുട്ടി മാനുവൽ പാർക്കിംഗ് ബ്രേക്ക്. ഞങ്ങൾക്ക് ആംറെസ്റ്റ് തുറന്ന് നോക്കാം. ആംറെസ്റ്റ് നല്ല വീതിയുള്ള സാധനമാണ്, കൈയൊക്കെ നല്ല സുഖമുണ്ട്. ആംറെസ്റ്റ് നല്ല ഡീപ്പാണ്, പക്ഷെ അധികം വീതിയില്ല. ഡോറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഡോർ നല്ല വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറാണ്, സുഖമായിട്ട് ആൾക്കാർക്ക് കയറാം. പിന്നെ ഡോറിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിലുണ്ട് അതേ ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് ഇൻസേർട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, ഇവിടെ ലോക്ക് അൺലോക്ക് ബട്ടൺ, ഒരു ഗ്രേ ഹാൻഡിൽ, ട്വിറ്റർ ഇവിടെയാണ് വന്നേക്കുന്നത് ഇതിനോട് ചേർന്നിട്ട്. പിന്നെ ഇവിടെ കൈ വയ്ക്കാനും സ്ഥലം. പിന്നെ ഇതിനകത്താണ് നമ്മുടെ ഈ വിൻഡോസൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്, ബാക്കി ഇതിൻ്റെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെയാണ് സ്പീക്കർ വന്നേക്കുന്നത്. ഇവിടെ ഒരു 2 ബോട്ടിൽ ഓർഡറുണ്ട്, ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇത്രയുള്ളൂ ഡോർ പാഡ്. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റണ്ണിങ് ബോർഡും ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ് ബോർഡ് ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെഡലിൻ്റെ ഭാഗത്തേക്ക് ആണെങ്കിൽ പെഡലൊക്കെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കണം, കാലുകൾ നമ്മൾ റബ്ബൊന്നും ചെയ്യില്ല. പിന്നെ അതുകൂടാണ്ട് ഒരു ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട്, അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ഇവിടെ നമ്മുടെ മോണിറ്റർ കൊടുക്കുന്ന സ്ഥലം, ഇവിടെ ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡ് ലാമ്പ്സിന് കൺട്രോള്. അപ്പോൾ നമ്മളിത് ബാക്കിലെ സീറ്റിലേക്ക് വന്നേക്കാണ്. ബാക്കിലെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടാണ് സീറ്റ്, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ലെഗ് റൂം ഉണ്ട്. ഞാൻ എൻ്റെ ഹൈറ്റിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്, എന്നിട്ട് തന്നെ എനിക്ക് വൃത്തിയായിട്ട് ഇവിടെ ഇരിക്കാം. സ്കൂപ്പ് ചെയ്ത സീറ്റ്, മാപ്പ് പോക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെ സ്പ്രിംഗ് റോഡ് ഗ്യാബ് റെയിൽ ഉണ്ട്, ഒരു കോട്ട് ഹുക്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹാൻഡിൽ, നേരത്തെ ഫ്രണ്ടിൽ കാണിച്ച പോലെ ഒരു ഗ്രേ ഫിനിഷാണ് വന്നേക്കുന്നത്. ഇവിടെ കൈ വയ്ക്കാനായിട്ട് നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റും ഉണ്ട്, ഡോറിൽ സ്പീക്കേഴ്സും ഉണ്ട്. പിന്നെ ഇങ്ങനെ പോരായ്മയായിട്ട് തോന്നിയത് ആംറെസ്റ്റ് ഇല്ല ഇവിടെ. പിന്നെ ബാക്കിൽ റിയർ AC വെന്റും കണ്ടില്ല. പിന്നെ ഈ ട്രാൻസ്മിഷൻ ചാനൽ കുറച്ച് ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്, പക്ഷെ അത് അത്ര വീതിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. 3 പേർക്ക് ഓക്കെ ആയിട്ടിരിക്കാം, കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന സംശയമില്ല, കുഴപ്പമില്ലാണ്ട് 3 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് മൊത്തം ഒരു വൈറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല എയറി ഫീൽ ഉണ്ട് അകത്ത്. നമുക്ക് വേണ്ടി സ്റ്റിയറിങ്ങിനെ പറ്റി സംസാരിക്കാം. സ്റ്റിയറിങ്ങിൽ ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലിസ്കോപ്പിക് ഇല്ല. അതേപോലെ തന്നെ ഇവിടെ വൈപ്പർ കൺട്രോൾസ്, ഇവിടെ ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പ്. പിന്നെ ഇത് ഇന്ത്യൻ ഫ്രണ്ടിൽ തന്നെയാണ് അതൊക്കെ. സ്റ്റിയറിങ്ങിന് തം കോർണർ ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ഓടിക്കുമ്പോൾ പറയാം. ഇത് നമ്മുടെ കൺസോൾ, മീറ്റർ കൺസോൾ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസ്. ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ്. ഇനി നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നേക്കുന്നത്. പതിവിന് വിപരീതമായി മാറിയാണ് നിൽക്കണേ, അത് ഇത്ര അരോചകമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് സീറ്റിനെ പറ്റി സംസാരിക്കാം. സീറ്റ് എല്ലാ വണ്ടികളും കാണുന്ന പോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, റിക്ലൈൻ ചെയ്യാൻ പറ്റും, ലെഗ് റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ മാനുവലാണ്, ഇലക്ട്രിക് അല്ല. പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫാബ്രിക് സീറ്റാണ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റാണ്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ലെമ്പർ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് വൈസറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഈ ഡ്രൈവർ സൈഡിലെ വൈസറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കോ ഡ്രൈവറിൻ്റെ അവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്, നമ്മൾ വേറെ സ്വിച്ച് ഇട്ട് വേണം ഓൺ ചെയ്യാൻ. ഇവിടെ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയർ വ്യൂ മിറർ ഓട്ടോ ഡിമിങ് അല്ല, മാനുവൽ ഡിമിങ് ആണ്. പിന്നെ പറയാനുള്ളത് ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഫിക്സ്ഡ് ആണ്. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് ഈ വണ്ടിയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഈ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഫോർഡിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും, കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം.
അതിൻ്റെ ഹോമിൽ പോയിട്ട് ഇവിടെ ഒരു കോമ്പസ് ഉണ്ട്. ഇവിടെ ബാക്കി പിന്നെ ഈ ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോൺ പെയർ ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സെറ്റപ്പുകൾ. പിന്നെ അതൊരു ഇൻബിൽഡ് നാവിഗേഷൻ ഉണ്ട് വണ്ടിയിൽ. ഇവിടെ നമ്മുടെ ഈ കണക്ട് ചെയ്ത ബ്ലൂടൂത്ത് പ്ലേ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഈ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടാനായിട്ടുള്ള സ്വിച്ച്. പിന്നെ നമുക്ക് റേഡിയോയിലേക്ക് പോവാം. ജസ്റ്റ് ഇതിൻ്റെ വോയിസിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. നല്ല ക്വാളിറ്റിയുള്ള ട്യൂട്ടേഴ്സ് സ്പീക്കേഴ്സാണ് വണ്ടിക്ക് കൊടുത്തേക്കണേ. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇത് ഫോൺ എടുക്കാനായിട്ട് ഇത് മറ്റേ ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് 2 നോബുകളും കൊടുത്തിട്ടുണ്ട്, വോളിയത്തിനും ഇത് ട്യൂൺ ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇനി നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോവാം. അപ്പോൾ മീറ്റർ കൺസോളിലേക്ക് വന്നിട്ടുണ്ട്. അതിന് തന്നെ ലെഫ്റ്റ് സൈഡിൽ അനലോഗ് ടാക്കോമീറ്റർ ഉണ്ട്. ഇവിടെ നടുക്കായിട്ട് ഒരു ഈ ടെമ്പറേച്ചർ മീറ്റർ എഞ്ചിൻ്റെ. പിന്നെ ഇവിടെ നമ്മുടെ ഫ്യൂൽ ഗേജ്, ഇവിടെ സ്പീഡോമീറ്റർ, അതും അനലോഗാണ്. നടുക്കായിട്ട് സ്ക്രീൻ ഉണ്ട്. ഇവിടെ കാണിക്കുന്നത് ആവറേജ് ഫ്യൂൽ കൺസംഷൻ, റേഞ്ച്. പിന്നെ നമ്മുടെ ഓഡോമീറ്ററിൻ്റെ ഇത് വണ്ടി എന്തോരം സമയം ഓടി എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഉണ്ട്. ഇവിടെ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഡ്രൈവർ അസിസ്റ്റൻസ്, വെഹിക്കിൾ സെറ്റിങ്സ്, അങ്ങനത്തെ ബാക്കി ഫീച്ചേഴ്സ്. ഇനി അതുകൂടാണ്ട് നമുക്ക് ട്രിപ്പൊക്കെ റീസെറ്റ് ചെയ്യാൻ ഇവിടെയാണ് സ്വിച്ചസ് വന്നേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ മീറ്റർ കൺസോള്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ വേവ് നോക്കിയിട്ട് വണ്ടി പുറത്തെടുത്ത് ഓടിച്ചു നോക്കാം. നമുക്ക് വണ്ടിയുടെ ബോൺസെല്ലും തുറന്ന് നോക്കാം. അത്യാവശ്യം ഹെവിയാണ് ബോണറ്റ്. ഫോണിൻ്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യം. ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ TDC എഞ്ചിനാണ് വണ്ടിക്ക് വന്നത്. അപ്പോൾ വണ്ടിയുടെ ഡ്രൈവബിലിറ്റിയെ നമുക്ക് ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാം. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ പേ നോക്കുമ്പോൾ അത്ര നീറ്റല്ല, അധികം പാക്കിംഗ് ഒന്നുമില്ല, ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ എഞ്ചിനോട്ട് അകത്തേക്ക് കുറച്ച് ഓഡിബിളാണ്. ഈ ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് ഓഡിബിളാണ് എഞ്ചിനോട്ട് അകത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി സാധാരണ ഡീസൽ വണ്ടി അപേക്ഷിക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്താണ്, വലിച്ചുത്തി പോണുണ്ട്. പിന്നെന്താ, വണ്ടി നല്ല ഡ്രൈവബിളാണ്. സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റിയറിങ് എനിക്ക് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. സ്റ്റിയറിംഗ് ആണ്. ടേണിംഗ് റേഡിയസ് ആണെങ്കിൽ നല്ല കുറഞ്ഞ ടേണിംഗ് റേഡിയസ്. സസ്പെൻഷൻ ആണെങ്കിൽ നല്ല കംഫർട്ടാണ് സസ്പെൻഷൻ. പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് നല്ല ക്രിസ്പാണ്. ക്ലച്ച് ആണെങ്കിൽ ലൈറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടിയിൽ എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ പില്ലറിൻ്റെ അവിടെ. ഓടിക്കുമ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ നല്ല സിമ്പിളാണ് വണ്ടി, നല്ല സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഫാമിലി യൂസിന് ബെസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഓടിക്കാൻ നല്ല സുഖമുള്ള നല്ലൊരു വണ്ടി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ. പിന്നെ എന്താണ്, ഇപ്പോഴും ചൂടപ്പം പോലെയാണ് ഈ സെഗ്മെന്റിൽ ഈ വണ്ടി വിറ്റ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ജനപ്രീതിയുള്ള വണ്ടി തന്നെയാണ്, നമുക്ക് ഓടിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി ഒന്ന് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ ബ്രേക്ക് നല്ല ഷാർപ്പാണ്, കടിച്ചു പിടിക്കുന്നുണ്ട് ബ്രേക്ക്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലോടുത്ത് നോക്കാം, വണ്ടിയുടെ ഡ്രൈവബിലിറ്റി ഞങ്ങൾ നോക്കാം. ലീഗൽ സ്പീഡൊക്കെ പുഷ്പമാല അടിച്ചു കയറും. എന്ന് വെച്ചാൽ വണ്ടി നമ്മളെ വലിച്ചു കുത്തിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അത്ര ഭീകര പവർ ഒന്നും ഇല്ലെങ്കിലും ലീനറായിട്ട് പവർ ഡെലിവറി ചെയ്യണല്ലോ. എന്നാലും ടോപ്പ് എൻ്റെ ഒക്കെ സിമ്പിളായിട്ട് അടിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സെഗ്മെന്റിലെ മഹീന്ദ്ര XU3 ഓടിച്ചു നോക്കി. അതിൻ്റെ അത്ര പവർ ഒന്നും ഫീൽ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല വണ്ടി. ഈ വണ്ടി നമുക്ക് ഫാമിലി യൂസിന് ബെസ്റ്റാണ് ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെന്യൂ ആണ്. വെന്യൂവിൻ്റെ ലൈറ്റ് ക്ലച്ചാണ്, സിറ്റി യൂസിനൊക്കെ ബെസ്റ്റാണ് വെന്യൂ. ടാറ്റ നെക്സോ നല്ല വണ്ടിയാണ്, നല്ല സേഫസ്റ്റ് കാറാണ്. ഇതിലും സേഫ്റ്റിയിൽ അവർ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല ഫോർഡ്. പിന്നെ ഫോർഡ് സർവീസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് ഒക്കെ കുറവാണ്. പിന്നെ ഇപ്പോൾ റീസെയിൽ വാല്യൂവിൻ്റെ ഒരു വിഷയം മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. എന്നാലും അതൊരു കാര്യമായിട്ട് നോക്കണമെന്നില്ല. നമ്മൾ ഫാമിലി യൂസിൽ കുറച്ച് അധികം കാലത്തേക്ക് മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ നോക്കണ്ട. ഞാനൊക്കെ ഈ വണ്ടിയിലേക്ക് നോക്കണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡ്രൈവബിൾ ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല പെർഫോമിംഗ് വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫാമിലി യൂസിൽ ഈ കാർ ബെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എക്കോസ്പോർട്ടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടികൂടാതെ കമൻറ്റ് ചെയ്ത് വയ്ക്കുക.
പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ ഓർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആണെന്നായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.